തിരുവനന്തപുരം മണ്ണന്തല കൊലപാതകത്തിലെ ദുരൂഹത നീങ്ങുകയാണ്. ഷഹീനയുടെ മറ്റു ബന്ധങ്ങൾ സഹോദരൻ ഷംഷാദ് ചോദ്യം ചെയ്തതിലെ തർക്കം കൊലപാതകത്തിന് കാരണമായി എന്ന് പോലീസ് പറയുന്നു. രണ്ടാം പ്രതിയായ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇല്ല പുള്ളി ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഈ ആശുപത്രി അടുത്താണല്ലോ, അവർക്ക് പോത്തൻകോട് വീട്ടിലുള്ള എന്തുകൊണ്ട് ഇവിടെ അടുത്ത് അവർ പറഞ്ഞു ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തിയ ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരൻ എന്തിനാണ് സഹോദരിയെ കൊന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരി ഒരുപാട് ആൺസുഹൃത്തുക്കളെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്നു. അതിന്റെ പേരിലാണ് ഈ ഒരു സഹോദരൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് കൊലപാതകമാണോ പരിഹാരം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സഹോദരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അവക്ക് അങ്ങനെ തന്നെ വേണം, അവക്ക് അങ്ങനെ തന്നെ കിട്ടണം, ഇങ്ങനെ പല ബന്ധങ്ങൾ നോക്കി നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തന്നെ ശിക്ഷ കൊടുക്കണമെന്ന് എന്നൊക്കെയുള്ള രീതിയിലാണ് കമന്റുകൾ. എന്നെ വളരെയധികം അതിശയപ്പെടുത്തിയതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കേൾക്കാത്ത ഈ പെൺപിള്ളാരോ അല്ലാണ്ട് സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വല്ല കൗൺസിലിങ്ങോ അല്ലെങ്കിൽ കുടുംബമായിട്ട് എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് എന്തെങ്കിലും പരിഹാരം കാണുകയോ അങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങ് തീർക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളെയൊക്കെ അങ്ങ് തള്ളിക്കളയുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ഈ കൊലപാതകം എന്നൊക്കെ പറയുന്ന ഈ കാര്യത്തിനകത്തോട്ടൊക്കെ പോകുന്നത് എത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സഹോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ പെങ്ങളും കൂടി ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റിനകത്ത് റൂം എടുത്തിട്ട് ഈ സഹോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഡെന്റിസ്റ്റിനെ കാണിക്കാനായിട്ടാണ് അവരവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തോ പല്ലിനെ സംബന്ധിച്ച് എന്തോ സർജറിക്കോ വേണ്ടിയിട്ടാണ് അവരവിടെ പോയത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരവിടെ റൂം എടുക്കുന്നു. പിന്നെ പെങ്ങളുമായിട്ട് എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ എന്തോ വാശിപ്പുറത്താണ് അങ്ങനെ ചെയ്തത്. ഇവനിക്ക് വെള്ളമടിച്ച് ബോധമില്ലാണ്ടിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും ആ വാർത്തയൊന്ന് കണ്ടിട്ട് വരാം. വാ. തിരുവനന്തപുരം മണ്ണന്തല കൊലപാതകത്തിലെ ദുരൂഹത നീങ്ങുകയാണ്. ഷഹീനയുടെ മറ്റു ബന്ധങ്ങൾ സഹോദരൻ ഷംഷാദ് ചോദ്യം ചെയ്തതിലെ തർക്കം കൊലപാതകത്തിന് കാരണമായി എന്ന് പോലീസ് പറയുന്നു. രണ്ടാം പ്രതിയായ വിശാഖിന്റെ സഹായത്തോടെയാണ് കൊലപാതകം നടത്തിയത് എന്നും കണ്ടെത്തി. കണ്ടില്ലേ, രണ്ടാം പ്രതിയായിട്ടുള്ള വിശാഖോ എന്തോ അവൻ ഈ പറയുന്ന സഹോദരന്റെ കൂട്ടുകാരനോ എന്താണ്ടാണ്. അപ്പൊ വളരെ പ്ലാൻ ചെയ്തിട്ട് ചെയ്ത ഒരു കാര്യമാണിത്. അല്ലാണ്ട് പല്ലുവേദനയോ കാര്യങ്ങളോ ഒന്നും അല്ല. കള്ളത്തരം പറഞ്ഞിട്ട് പെങ്ങളെ നൈസായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് റൂമൊക്കെ എടുത്തിട്ട് ചെയ്തൊരു പരിപാടിയാണിത്. അതിന് കൂട്ടു നിൽക്കാൻ ഒരു കൂട്ടുകാരന്. കൊള്ളാം, നമ്മുടെ നാട് എങ്ങോട്ടാണ് ഈ പോണത്. ബാക്കി കൂടെ കേൾക്കാം. രണ്ട് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി സഹോദരി ഷഹീനയെ മർദ്ദിച്ചെന്ന് പോലീസിനോട് പറയുമ്പോൾ പ്രതി ഷംഷാദിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. മകളെ രക്ഷിക്കാൻ ശ്രമിച്ച മാതാപിതാക്കളെ തടഞ്ഞതും ഷംഷാദാണ്. ചോദ്യം ചെയ്യലിനൊടുവിൽ സഹോദരിയുടെ സൗഹൃദ ബന്ധങ്ങൾ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മറ്റ് സുഹൃത്തുക്കളെ നിരന്തരം വീഡിയോ കോൾ ചെയ്തിരുന്ന ഷഹീന തന്റെ ദാമ്പത്യ ജീവിതം സ്വയം നശിപ്പിച്ചതാണെന്നും ഷംഷാദ് വിശ്വസിച്ചു. ആ പെൺകുട്ടി ഡിവോഴ്സോ എങ്ങനെ കാര്യങ്ങളൊക്കെയാണിത്. അതേപോലെ തന്നെ ആൺസുഹൃത്തുക്കളെ നിരന്തരമായി ഫോണിൽ വിളിക്കുകയും അത് കാണാൻ ഇടയിട്ടുണ്ടായപ്പോഴത്തേക്കും ഇയാൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും. അതിന് ഇയാൾ തിരഞ്ഞെടുത്തൊരു മാർഗമാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആൾക്കാരുടെയൊക്കെ ജീവൻ അങ്ങോട്ട് എടുത്തേക്കോ. ഈ 2025 എന്തോ ഒരു പ്രശ്നം പിടിച്ച 2025 2025 കേരളത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല. ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കാര്യം അങ്ങനെയൊക്കെ ആയിപ്പോയി നമ്മുടെ നാട്ടിൽ. കാരണം ആൾക്കാരുടെ ചിന്താഗതിയും എല്ലാം ആ രീതിയിലോട്ട് ആയിപ്പോയി. കാരണം ഈ പെൺകുട്ടി ഈ പെങ്ങളുടെ പേരിൽ എഗൻസ്റ്റ് ആയിട്ടാണ് മിക്ക ആൾക്കാരും വന്നിരുന്ന് കമന്റ് ഇടുന്നത്. കാരണം നിനക്ക് നാണമില്ലേ ബാക്കിയുള്ള ചെറുക്കന്മാരെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഫോണിൽ ഇരിക്കാൻ? ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെയാണ് വരുന്നത്. മിക്ക യൂട്യൂബ് ചാനൽസിന്റെ അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കി കൂടെ കേൾക്കാം. ഇതിലെ തർക്കം മർദ്ദനത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചെന്നാണ് പോലീസ് എഫ്ഐആർ. കഴിഞ്ഞ 6 മാസമായി ഷഹീന വിവാഹബന്ധം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു. വട്ടപ്പാറയിലെ ആശുപത്രിയിലേക്ക് പോകാൻ പോത്തൻകോട് സ്വദേശികളായ ഷംഷാദും ഷഹീനയും എന്തിന് മണ്ണന്തലയിൽ വീടെടുത്തു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. രണ്ടാം പ്രതി ചെമ്പഴന്തി സ്വദേശി വിശാഖിന്റെ അറിവോടെ കൊലപാതകം നടന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം നടന്ന മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിൽ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. കൊലപാതകം ആസൂത്രിതമാണോ അതോ മദ്യലഹരിയിൽ ഉണ്ടായ കയ്യബദ്ധമോ? കേസിൽ നിർണായകമാകുന്നത് മാതാപിതാക്കളുടെ മൊഴിയാകും. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കയ്യബദ്ധവും ഇല്ലെന്നേ. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഇത്. മനഃപൂർവ്വം ഈ പെങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഷംസാൻ എന്ന് പറയുന്നവൻ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ പറയുന്ന കൂട്ടുകാരനെ വിളിച്ച് വെള്ളമടിച്ച് സെറ്റായിട്ട് പോയിട്ട് അങ്ങോട്ട് നൈസായിട്ട് ആ പരിപാടി അങ്ങോട്ട് ചെയ്യുന്നു. കൊള്ളാൻ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഫ്ലാറ്റിന്റെ ഓണർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ കേട്ടിട്ട് വരാം. വരൂ. പെങ്ങളും ഇവിടെ ഒരു റൂം എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു.
PMS കോളേജിൽ ട്രീറ്റ്മെൻറ്റ് വന്നാണെന്നാണ് അവർ പറഞ്ഞത്. അവർ ID പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അവർ ഈ സ്ത്രീ സുഖമില്ലാതെ താഴെ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആംബുലൻസ് വന്നു, പോലീസ് വന്നു. അന്നേരമാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ശരിക്കും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ശരിക്കും അവർ ആ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ബാക്കി കൂടെ കേൾക്കാം. ട്രീറ്റ്മെൻ്റ് ആണ്, നമുക്ക് സംശയിക്കാനൊന്നുമില്ല. ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനകത്ത് സംശയിക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് ഇനി അന്വേഷണം ഇല്ല. അവർ വളരെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആങ്ങളെ ഇല്ല. പുള്ളി ആദ്യമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇവിടെ. ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഈ ആശുപത്രി അടുത്താണല്ലോ, അവർക്ക് പോത്തൻകോട് വീട്ടിലുള്ള എന്തുകൊണ്ട് ഇവിടെ ആ ഒരു ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. പോത്തൻകോട് അടുത്താണ് ഹോസ്പിറ്റൽ, പിന്നെ എന്തിനാണ് അവരവിടെ റൂം എടുത്തതെന്ന് അതിനിവിടെ ഒരു വ്യക്തതയുമില്ല. അത് തന്നെയാണ് ഞാൻ മുന്നേയും പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണിത്. ഈ പറയുന്ന പെങ്ങള് ഈ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഈ ഞങ്ങൾ ചെയ്തതായിരിക്കാം ഇത്. ഈ കൊലപാതകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാര്യത്തിനും ഒരു പരിഹാരവുമല്ല. കാരണം എത്രത്തോളം കേസുകൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് അറിയാമോ? തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന സംഭവം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബാക്കി കൂടെ കേൾക്കാം. പറഞ്ഞു ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണ്, സർജറി ഉണ്ടെന്ന് പറഞ്ഞു. മാതാപിതാക്കൾ സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല, മാതാപിതാക്കളെ കണ്ടില്ല ഞാൻ. ഇവര് രണ്ടുപേരും ആങ്ങളെയും പെങ്ങളും വന്ന് റൂം എടുത്ത് താമസിക്കുന്നു. ID പ്രൂഫ് തന്നു. ഒരു ദിവസത്തേക്കാണ് എടുത്തത്. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. 14-ാം തീയതി വരുന്നു, റൂം എടുക്കുന്നു, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ എല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നടന്നൊരു കാര്യമാണ്. ശരിക്കും ആ അച്ഛന്റെ അമ്മയുടെയൊക്കെ അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ഇനി ആരാണുള്ളത്? ആ ഒരു മകൾ നഷ്ടപ്പെട്ടു. ഇനി ഇവനാണെങ്കിലോ ജീവിതകാലം മുഴുവൻ ജയിലിലും കിടക്കും. ഇങ്ങനെ ഓരോ ബോധവും വിവരവും ഇല്ലാണ്ട് കാണിക്കുമ്പോഴത്തേക്കും ചിന്തിക്കുക. അല്ലാണ്ട് ഞാൻ എന്താ പറയുക ഇവനേക്ക്? നമ്മളിങ്ങനെ വന്നിരുന്നിട്ട് ഒരേ തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. അതേപോലെ തന്നെ ഈ പെൺപിള്ളേരുടെ ഓരോ കേസുകളും ഈ ഹണി ട്രാപ്പ് പോലുള്ള കാര്യങ്ങളും അതേപോലെ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഓരോരുത്തരെ പരിചയപ്പെട്ട് ഈ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ചൂഷണം ചെയ്യുന്നു. അതേപോലെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നില്ലേ? പുറത്തു വരാത്ത സെൻസേഷനിലാകാത്ത ഒരുപാട് കേസുകളുണ്ട്. അനാവശ്യമായിട്ടുള്ള ഈ ഓരോ ബന്ധങ്ങളിലോട്ടൊന്നും ചെന്ന് ചാടാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലൊക്കെ നമ്മൾ വന്നിരുന്നിട്ട് എന്താണ് പറയേണ്ടത്? കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട്. ബാക്കി കൂടെ കണ്ടു നോക്കിക്കേ. അവർ 24th വരെ എക്സ്റ്റൻഷൻ പറഞ്ഞു, 24 വരെ. ആദ്യം ഒരു ദിവസമൊക്കെ എടുത്തത്. അവർക്ക് പിന്നെ വേറെ എങ്ങനെ സൗകര്യം കിട്ടുന്നില്ല, എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മൾ തരാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. 14-ാം തീയതി ഉച്ച കഴിഞ്ഞാൽ വന്നത്. 24th വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സഹോദരന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ കരുതിക്കുട്ടി മരിക്കണമെന്നൊക്കെ വെച്ച് ചെയ്തതല്ലെന്ന്, 2 അടി കൊടുത്ത് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ആദ്യമേ പറഞ്ഞത്. പിന്നെയായിരുന്നു ഇവൻ കുറ്റസമ്മതമൊക്കെ നടത്തിയത്. എന്തായാലും കൊള്ളാം, ഇവിടെ ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.